ഇപ്പോഴത്തെ ഒരു ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആനകളോട് മാത്രം പ്രേമമുള്ള ഒരു വിഭാഗം ആനപ്രേമികളുണ്ട്. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആനപ്രേമികൾ ആരാണെങ്കിലും എല്ലാ ആനയും ഒരേ ഭാവത്തിൽ കാണണം. അവരാണ് യഥാർത്ഥ ആനപ്രേമി. അല്ലാതെ ഏതെങ്കിലും ഒരാനയോട് മാത്രം ഇതാവുകയും ആന വരുമ്പോൾ ആ ആന മാത്രം ആനയും മറ്റുള്ളതെല്ലാം ആനയല്ല ആമയുമാണെന്നുള്ള രീതിക്ക് കാണരുത് ഒരിക്കലും. ആനപ്രേമികളെല്ലാവരും എല്ലാ ആനയും ഒരേ ചിന്തയോടുകൂടിയും ഒരേ മനസ്സോടുകൂടിയും അതിൻ്റെ എല്ലാവിധ സംരക്ഷണം ഒരേ രീതിക്ക് തന്നെ കാണുകയും ചെയ്യണം. അതിന് കണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ആനപ്രേമികളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ അമ്പല കമ്മിറ്റിക്കാരോടാണെങ്കിലും നമ്മൾ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആനത്തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഏത് അമ്പലത്തിൽ ചെന്നാലും ആനയ്ക്ക് തീറ്റയും കാര്യങ്ങളും എല്ലാം അമ്പലക്കാർ ഇറക്കി തരുന്നുണ്ട്. അതിന് മുമ്പൊന്നും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ആനപ്പാപ്പാന്മാർ പരിപാടി കഴിഞ്ഞ് ആനയെ തീറ്റ അന്വേഷിച്ച് നടന്ന് ഏതെങ്കിലും വീടുകളിൽ ചെന്നൊക്കെ തീറ്റ വെട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ ആനത്തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ടായി. യൂണിൻ്റെ പ്രവർത്തനവും എല്ലാം നല്ല രീതിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ആനയ്ക്കുള്ള തീറ്റയും കാര്യങ്ങളും എല്ലാം അമ്പലക്കാർ ഒരുക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ആനയെ കെട്ടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഒരുക്കി തരുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു ഇപ്പോഴത്തെ ഇതിൽ ചെറിയൊരു മാറ്റം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വലിയ ആന സ്റ്റാർ പരിവേഷം കൊടുത്തു കൊണ്ടുവരും എഴുന്നള്ളപ്പാനയായിട്ട്. അത് മാത്രം ആനയും ബാക്കിയുള്ളതൊക്കെ ആമയും എന്നുള്ള രീതിക്ക് പല അമ്പല കമ്മിറ്റിക്കാരും ഇന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു എഴുന്നള്ളപ്പാനയായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാർ പദവിയുള്ള ആന വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ആ കമ്മിറ്റിക്കാർ ചെയ്തു കൊടുക്കും. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു 7 ആനയുടെ എഴുന്നള്ളപ്പ് നടക്കുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ അതിൽ എഴുന്നള്ളപ്പാനയ്ക്കും എന്ത് കാര്യവും ചെയ്തു കൊടുക്കും. ചിലപ്പം ഇടത്തെ കൂട്ടും വലത്തെ കൂട്ടും ആനയ്ക്കും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കും. പക്ഷേ 2 ആനയുടെ പുറംകൂട്ട് പോയി നിൽക്കുന്ന ആനക്കാരെ കണ്ണി കാണാൻ ഒരു ബുദ്ധിമുട്ട് പോലെ അമ്പല കമ്മിറ്റിക്ക് വരുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയല്ല. നമ്മളെല്ലാവരെയും അമ്പല കമ്മിറ്റി ആണെങ്കിലും ഒരേ രീതിക്ക് തന്നെ കാണണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ആചാരപരമായ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മുമ്പോട്ട് പോവുകയുള്ളൂ. പിന്നെ ഇത് മുമ്പോട്ട് പോവില്ലേ എന്ന് ചോദിച്ചാൽ മുമ്പോട്ട് പോകും. പക്ഷേ ആ ക്ഷേത്രത്തിൽ വരുന്ന ഈ ആനയുടെ ആനക്കാരന് കിട്ടുന്ന അതേ സന്തോഷവും സംതൃപ്തിയും ഈ പുറംകൂട്ട് നിൽക്കുന്ന ആനക്കാരനും കൂടെ കിട്ടിയെങ്കിൽ മാത്രമാണ് ആ മഹനീയമായ പരിപാടി മംഗളമാവുകയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രാഗി നേർന്ന് ശപിച്ചിട്ട് പോയാൽ അതൊരു മഹനീയമാവില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടെ സന്തോഷം വരുത്തക്ക രീതിക്ക് എല്ലാവരെയും ഒരേ രീതിക്ക് കണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള നമ്മുടെ ആചാരങ്ങളും ഇതെല്ലാം ദൈവികമായും അതിൻ്റെ മഹാത്മ്യത്തോടു കൂടിയും മുമ്പോട്ട് പോവുകയുള്ളൂ. അത് ഒരേ കമ്മിറ്റിക്കാരും ഓർക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനപ്പാപ്പാന്മാർ സഹോദരന്മാരോട് പറയാനുള്ളത്, കമ്മിറ്റിക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വന്നാൽ തന്നെയും നമ്മളൊരു സദസ്സിൽ ചെന്നാൽ നമ്മൾ കഴിയുന്നതും ആ സദസ്സിൽ അവരുടെ പരിപാടി മംഗളമാക്കാൻ ആക്കി കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടും കാര്യവും നമ്മൾ നമ്മുടെ ഉടമയെ ധരിപ്പിക്കുക. അത് കഴിഞ്ഞ് ഉടമയോട് പറയുക, അടുത്ത വർഷം ആ അമ്പലത്തിലേക്ക് പരിപാടിക്ക് ഞാൻ പോകില്ല, അവിടെ ഇന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആ പരിപാടിയിൽ നിന്ന് അടുത്ത വർഷമെങ്കിലും നമ്മൾ ഒഴിവാവാൻ നോക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം കഴിഞ്ഞാൽ 8-10 ദിവസം കഴിയുമ്പം മുതൽ അടുത്ത ഒരു ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് ആ അമ്പലവും ആ അമ്പല കമ്മിറ്റിയും നടത്തുന്നത്. അമ്പല കമ്മിറ്റി നടത്തുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടുത്തെ പ്രദേശവാസികൾ പോലും ആ ഒരു വർഷക്കാലത്തെ പ്രയത്നം കൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവമെന്ന ആ മഹനീയമായ ചടങ്ങ് വരുന്നത്. ആ ചടങ്ങ് നാം വരുമ്പോൾ അവിടെയുള്ള കമ്മിറ്റിക്കാരുടെ 1-2 പേരുടെ അപമര്യാദയായ പെരുമാറ്റം കൊണ്ട് നമ്മൾ ആ ഉത്സവത്തിന് മുടക്കം വരുത്തുകയോ ക്ഷീണം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു വർഷത്തെ പ്രയത്നവും അധ്വാനവുമാണ് അതിനില്ലാതെയാവുന്നതും. അപ്പം നമ്മുടെ മനസ്സ് സന്തോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞ കണക്ക് ഈ 2-3 പേരൊഴികെ ബാക്കി എല്ലാവരും പറയും, ആ പാപ്പാൻ, ആ കെട്ട പാപ്പാനാണ് നമ്മുടെ ഈ പരിപാടി ഇത്രയും മോശമാക്കിയത്, ഇല്ലെങ്കിൽ അലങ്കോലമാക്കിയത്. അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, ഇല്ലെങ്കിൽ അവനുള്ള ശിക്ഷ തേവര് കൊടുത്തോളും, ഇല്ലെങ്കിൽ ദേവി കൊടുത്തോളും, ഇല്ലെങ്കിൽ ഭഗവാൻ കൊടുത്തോളും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു ശാപവാക്കുകൾ ഏൽക്കാതെ നമ്മളും സ്വയം നമ്മുടെ തൊഴിലെന്ന കർമ്മമണ്ഡലത്തിൽ ബോധവാന്മാരായിരിക്കണം. അതുവരെ പാപ്പാൻ്റെയും കടമയാണ് അത്. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുള്ള മഹിമയും ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതേപോലെ തന്നെ ഇപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ഉത്സവം, നമ്മുടെ കൂട്ടത്തിലുള്ളൊരു മദ്യപാനം കഴിയുന്നതും മദ്യപിക്കരുത്. നമ്മുടെ പരിപാടി സമയത്തെങ്കിലും നമ്മൾ പാപ്പാന്മാർ മദ്യപാനം ഒഴിവാക്കണം. കാരണം നമ്മളെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ ആനയുടെ മുമ്പിലും പിമ്പിലുമായി വന്ന് ഉത്സവം കാണാൻ നിൽക്കുന്നത്. അവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവരുടെ സുരക്ഷയും അവരുടെ ജീവനും അവരുടെ സ്വത്തുക്കൾക്കും എല്ലാം അവരുടെ അമ്മമാരാണെങ്കിൽ അമ്മമാരുടെയും കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം നമ്മൾ ഈ ആനയുമായിട്ട് നിൽക്കുന്ന ഒരേ പാപ്പാന്മാരുടെയും ബാധ്യതയാണ് അത് ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ മദ്യപാനം കൊണ്ട് നമുക്കൊരു അല്പം അപശ്രദ്ധ വന്ന് നമ്മുടെ ആന എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങളുണ്ടാക്കി അതിൽപ്പെടുന്ന ആർക്കെങ്കിലും ചെറിയൊരു അപകടം വന്നാൽ ആ അപകടത്തിന് നമ്മളും ഉത്തരവാദിയാണ് എന്നൊരേ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. തന്നെയല്ല, ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അപകടങ്ങളൊന്നും വലുതായിട്ടുണ്ടായില്ലെങ്കിലും ചെറിയ തോതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒരാളൊന്ന് തട്ടി വീണ് ഒരു തുള്ളി ചോര ചുറ്റുമതിലിൻ്റെ അകത്തോ ഇല്ലെങ്കിൽ ഓടിക്കയറുമ്പോൾ ശ്രീകോവിലിൻ്റെ അകത്തൊക്കെ വീഴുകയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാശ്ചിത്ത കർമ്മങ്ങളും അതിൻ്റെ അടിയന്തര കർമ്മങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പൂജാവിധികൾ, പിന്നെ അതിന് പരിഹാരകർമ്മം വേണമെന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ആ പരിഹാരകർമ്മം ചെയ്തില്ലെങ്കിൽ ആ ദേവീദേവന്മാരുടെ കോപത്തിൽ നമ്മളും ആ കോപത്തിലുണ്ടാവും, നമ്മളും ആ ദേവീദേവന്മാരുടെ ശാപത്തിന് ഇരയാവും എന്ന കാര്യം നാം ഓരോരുത്തരും മറക്കരുത്. അപ്പം നമ്മുടെ തൊഴിൽ സമയത്ത് നമ്മൾ ആരും തന്നെ മദ്യപിക്കാതെ പൂർണ്ണ തൊഴിലിൻ്റെ ഉത്തരവാദിത്വത്തോടും പൂർണ്ണമായിട്ട് ആ തൊഴിലിലെ സംതൃപ്തിയും കണ്ടെത്തി ചെയ്യണം. അത് നമ്മുടെ ഒരേ പാപ്പാന്മാരുടെയും കടമയാണ്, നമ്മൾ ഈ ചെയ്യുന്ന തൊഴിലിനോടുള്ള മഹിമയാണ് എന്ന് ഞാൻ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.